ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വില്ലീസ് ഫാമിലി വ്ളോഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കുട്ടികളിൽ വളർത്തിയെടുക്കേണ്ട വായനാശീലത്തെക്കുറിച്ചും എപ്പോഴൊക്കെയാണ് ഏതൊക്കെ സമയത്ത് നമുക്ക് ഓരോ ബുക്കുകൾ അവർക്ക് വാങ്ങിക്കൊടുക്കാമെന്നതിനെക്കുറിച്ചുമാണ്. വൺസ് അഗെയിൻ വെൽക്കം ടു വില്ലീസ് ഫാമിലി വ്ളോഗ്. നമ്മൾ പൊതുവെ നോക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും, ഈ ജനറേഷനിലെ കുട്ടികൾ കഴിഞ്ഞ തലമുറയിലെ കുട്ടികളെക്കാളും കുറച്ചും കൂടെ സ്മാർട്ടാണ്, കുറച്ചുകൂടെ എക്സ്പേർട്ടാണ്, കുറച്ചുകൂടെ ടാലൻറ്റഡ് ആണ്. അവർക്ക് കുറച്ചുകൂടി ക്രിയേറ്റീവ് എബിലിറ്റി ഉണ്ട്. ഇതിൻ്റെ കാരണം ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ആണ് എങ്കിലും ഫീമെയിൽ ലിറ്ററസി ഇൻക്രീസ് ചെയ്തതും നമുക്ക് ഒഴിച്ചുകൂടാനാവില്ല. കാരണം ഫീമെയിൽ ലിറ്ററസി ഇൻക്രീസ് ചെയ്തതുകൊണ്ട് തന്നെ അമ്മമാർ അവരുടെ കുട്ടികളെ വളരെ എക്സ്പേർട്ടുകളായിട്ടാണ് വളർത്തുന്നത്. അവർക്ക് ആവശ്യമുള്ള ട്രെയിനിങ്ങും സ്കിൽ ഡെവലപ്മെൻറ്റും ഒക്കെ ആവശ്യ സമയങ്ങളിൽ കൊടുക്കാൻ ഇപ്പോഴത്തെ അമ്മമാർക്ക് സാധിക്കുന്നുണ്ട്. കുട്ടികളിലെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിനോടുകൂടെ തന്നെ വായനാശീലം വളർത്തിയെടുക്കേണ്ടതും അത്യാവശ്യമായ ഘടകമാണ്. വായിക്കുമ്പോൾ കുട്ടിയുടെ ഓർമ്മശക്തി ഇമ്പ്രൂവ് ചെയ്യും, അതുപോലെ തന്നെ ഒരു ലോജിക്കൽ പവറും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത് 1-2 ദിവസം വായിച്ചത് കൊണ്ട് മാത്രം ഇത് സാധിക്കത്തില്ല. കണ്ടിന്യൂസ് ആയിട്ടുള്ള വായനയിലൂടെ മാത്രമേ കുട്ടിയിൽ വായനാശീലം വളർത്തിയെടുക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അതിനാൽ അതിനുവേണ്ടി അമ്മമാർ ചെയ്യേണ്ടത് കുട്ടികളുടെ അടുത്തിരുന്ന് കുറച്ച് സമയം വായിക്കുക. അതായത് അവർ ടയേർഡല്ല, നമ്മളും ടയേർഡല്ലാത്ത സമയം നോക്കി വേണം അവർക്ക് വായിച്ചു കൊടുക്കാൻ. അത് 6 മാസം മുതൽ വായനാശീലം വളർത്തിയെടുക്കണം, അല്ലെങ്കിൽ കുട്ടികളുടെ മുൻപിലിരുന്ന് വായിച്ചു കൊടുക്കണമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. 6 മാസം മുതൽ 1 വയസ്സ് വരെയുള്ള കുട്ടികളുടെ അടുത്ത് നമ്മൾ ഒരു 10 മിനിറ്റൊക്കെ വായിച്ചാൽ മതി. അതിനുശേഷം ഒരു വയസ്സിനും 2 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് നമ്മളൊരു 20 മിനിറ്റ് വായിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. 2 വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്ക് നമ്മൾ 30 മിനിറ്റ് എങ്കിലും മിനിമം വായിച്ചു കൊടുത്തിരിക്കണം. നമ്മൾ ഒരിക്കലും കുട്ടികളെ നിർബന്ധിച്ച് പിടിച്ചിരുത്തിയിട്ടായിരിക്കരുത് വായിപ്പിക്കേണ്ടത്. പകരം നമ്മൾ അവർ എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം വായിക്കാൻ. അവർ എൻജോയ് ചെയ്യുന്നത് ഏത് സമയത്താണോ ആ സമയത്ത് വായിച്ചാൽ മതി, അല്ലെങ്കിൽ വായിക്കേണ്ട. നമ്മൾ ആദ്യം വായിക്കുന്ന സമയത്ത് കുട്ടി അത് ശ്രദ്ധിക്കുകയൊന്നുമില്ല, ഒരു 1-2 ദിവസം ശ്രദ്ധിക്കുകയൊന്നുമില്ല. പിന്നെ പതുക്കെ വായിക്കുന്നത് ശ്രദ്ധിക്കാനൊക്കെ തുടങ്ങും. പിന്നെ വായിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, TV ഇതെല്ലാം ഓഫാക്കി കുറച്ച് നേരം മാറ്റി വെച്ചതിന് ശേഷം കുട്ടിയായിട്ട് നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടായിരിക്കണം വായിക്കേണ്ടത്. റിസർച്ചുകൾ തെളിയിച്ചിട്ടുള്ളത് വായിക്കുന്ന കുട്ടികളിൽ റീഡിംഗ് എബിലിറ്റി, റൈറ്റിംഗ് എബിലിറ്റി, ലാംഗ്വേജ് ഹാൻഡ്ലിംഗ് എബിലിറ്റി ഇതെല്ലാം കൂടുതലാണ് എന്നാണ്. ന്യൂ ബോൺസിന് ഒരിക്കലും ബുക്ക് വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമില്ല. 2 മാസം വരെയുള്ള കുട്ടികൾക്ക് ബുക്ക് വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് 12 ഇഞ്ച് വരെ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷെ കാണുന്നതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടായിരിക്കും കാണുന്നത്. അതുകൊണ്ട് നമ്മൾ കാണിക്കുന്ന കാര്യങ്ങൾ കാണാനൊന്നും ചാൻസ് ഇല്ല. അതുകൊണ്ട് 2 മാസത്തിന് ശേഷം 2-3 മാസം ആകുമ്പോഴാണ് കുട്ടികൾക്ക് ബുക്ക് വാങ്ങിക്കൊടുക്കേണ്ടത്. ബുക്ക് വാങ്ങിക്കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹൈ കോൺട്രാസ്റ്റ് കളേഴ്സ് ആയിരിക്കണം കാണുന്നത്. കാരണം അവരുടെ വിഷൻ ഡെവലപ്പ് ചെയ്തു വരുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഹൈ കോൺട്രാസ്റ്റ് കളേഴ്സുള്ള ബുക്കുകൾ വാങ്ങിക്കൊടുക്കണമെന്ന് പറയുന്നത്. അതിൽ തന്നെ നമ്മൾ ഫസ്റ്റ് കൊടുക്കേണ്ടത് ക്ലോത്ത് ബുക്കാണ് കൊടുക്കേണ്ടത്. ഇതാണ് ക്ലോത്ത് ബുക്ക്. ഇത് നമ്മൾ ആമസോണിലും ഒക്കെ വാങ്ങാൻ വേണ്ടി കിട്ടും. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഒരു 6 ബുക്ക് 600 രൂപയ്ക്കാണ് വാങ്ങിയിരിക്കുന്നത്. ഇതിൽ നമ്പേഴ്സാണുള്ളത്. നമ്പേഴ്സും അത് പിക്ചേഴ്സ് കാണിച്ചിട്ടാണ് നമ്പേഴ്സ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ക്യൂട്ട് ആനിമൽസ് എന്ന് പറഞ്ഞിട്ട് പല ആനിമൽസിൻ്റെ പിക്ചേഴ്സ് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഫുഡാണ്, പലതരത്തിലുള്ള ഫുഡ് ഇങ്ങനെ സിംഗിൾ പിക്ചേഴ്സ് വരുന്നത് കൊണ്ട് തന്നെ കുട്ടിക്ക് വളരെ അട്രാക്റ്റീവ് ആയിരിക്കും അത് കാണാൻ. ഒരു പേജിൽ സിംഗിൾ പിക്ചർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കുട്ടിക്ക് വളരെ അട്രാക്റ്റീവ് ആയിരിക്കും. ഇത് ഷേപ്സ് ആണ്. ഇതിൽ കളേഴ്സ് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അതേപോലെ ഇത് ടീച്ചർ എന്ന് പറഞ്ഞിട്ട് ഓരോ പോസ്റ്റുകളാണ് കാണിച്ചിരിക്കുന്നത്, ക്യാരക്ടേഴ്സ്. അപ്പം ഈ ഫസ്റ്റ് നമ്മൾ വാങ്ങിക്കൊടുക്കേണ്ടത് ക്ലോത്ത് ബുക്കാണ്. ഇത് പിന്നെ ഇതിൽ തന്നെ ടച്ച് ആൻഡ് ഫീൽ ബുക്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് ടച്ച് ആൻഡ് ഫീൽ അല്ല. എന്നാലും ഈ ബുക്കും കുഴപ്പമില്ല. ടച്ച് ആൻഡ് ഫീൽ ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. കൊച്ചിനെ ടച്ച് ചെയ്തിട്ടൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ കൊച്ചിൻ്റെ കൂടെ ഇരുന്ന് വായനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ബുക്കൊക്കെ അവസാനം അടുക്കി പെറുക്കിയൊക്കെ വെച്ചതിന് ശേഷം വേണം അവിടെ നിന്ന് പോകാൻ. കാരണം നമ്മൾ അടുക്കിയൊന്നും വെക്കാതെ നമ്മൾ അവിടെ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ കുട്ടിക്ക് അതൊരു ശീലമാകും. ഇവിടെ കിടക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നുള്ള ശീലമാകും.
അടുക്കും ചിട്ടയും വളർത്തിയെടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൊച്ചിന് വായിച്ചു കൊടുത്തതിന് ശേഷം ബുക്കൊക്കെ എടുത്ത് തിരിച്ച് അതേപോലെ വെച്ചിട്ട് വേണം നമ്മൾ മാറാൻ വേണ്ടി. നമ്മൾ ക്ലോത്ത് ബുക്ക് വാങ്ങിക്കുന്ന സമയത്ത് ഗുഡ് ക്വാളിറ്റി ക്ലോത്ത് ബുക്ക് തന്നെ വാങ്ങണം. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്കിൻ പ്രോബ്ലംസും അലർജീസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് നല്ല ക്ലോത്ത് അല്ല എന്നുണ്ടെങ്കിൽ. ഇത് നമുക്ക് വാഷബിളാണ്, വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയൊക്കെ സാധിക്കുന്ന ഒന്നാണ് ഇത്. പിന്നെ നമ്മൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് പേരൻസിൻ്റെ സൂപ്പർവിഷനോട് കൂടി തന്നെ കൊച്ചിനെ കാണിക്കുക. അത് കുട്ടിക്ക് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാകാനും ഒക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പേരൻസിൻ്റെ സൂപ്പർവിഷനോട് കൂടി തന്നെ വേണം കൊച്ചിനെ വായിക്കാനും ബുക്കുകൾ കൊടുക്കാനും ഒക്കെ വേണം എന്ന് പറയുന്നത്. ഇതിൽ കൊച്ച് ടച്ച് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ക്രിങ്ക്ലിംഗ് സൗണ്ട് ഉണ്ട്, കിരികിര സൗണ്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സൗണ്ട് വരുന്ന സമയത്ത് കൊച്ചിൻ്റെ സെൻസസ് ഡെവലപ്പ് ചെയ്യാനും ഇതുകൊണ്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ക്ലോത്ത് ബുക്കിന് ശേഷം നമ്മൾ കൊച്ചിനൊരു 6 മാസമൊക്കെ കഴിയുമ്പം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് ബോർഡ് ബുക്ക്. ബോർഡ് ബുക്കും പല രീതിയിൽ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി സാധിക്കും. ഇത് നമ്മൾ വാങ്ങിച്ചത് ഫസ്റ്റ് ക്രൈ എന്നാണ്. ഇതൊരു 4 ബുക്സേ ഉള്ളൂ. ഇതിലും സിംഗിൾ പിക്ചേഴ്സാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അട്രാക്റ്റീവ് കളേഴ്സും ആണ്, സിംഗിൾ പിക്ചേഴ്സും ആണ്. അതുകൊണ്ട് കൊച്ചിനെ ഈസി ആയിട്ട് ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടി ഇതുകൊണ്ട് സാധിക്കും. പിന്നെ ഇത് കീറില്ല, പിന്നെ കൊച്ച് കടിച്ചാലൊന്നും മുറിഞ്ഞു പോകത്തില്ല, പിന്നെ പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കീറുമൊന്നുമില്ല. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. ഇതിലും കോൺട്രാസ്റ്റ് കളേഴ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ഓരോ സാധനങ്ങളും ഇന്നതാണ്, ക്യാരറ്റ്, ടൊമാറ്റോ, ഒനിയൻ, ചില്ലി എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ഒരു വയസ്സൊക്കെ കഴിയുന്ന കുട്ടികൾക്ക് സ്റ്റോറീസ് ഉള്ള ബോർഡ് ബുക്ക് കിട്ടും, അതുപോലെ തന്നെ ഡയലോഗുകളുള്ള ബോർഡ് ബുക്ക് കിട്ടും, കുറച്ചുകൂടെ വലുത്. അതൊക്കെ വാങ്ങി കൊടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ കുട്ടികളിൽ വായനാശീലം വളർത്തിയെടുക്കുക എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്കാലത്തെ കുട്ടികൾ കൂടുതലും മൊബൈലിലേക്കും ടി വിയിലേക്കും ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വായനാശീലം വളർത്തിയെടുക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ അതിനായിട്ട് ഓരോ പ്രായത്തിലും അതിൻ്റേതായ ബുക്കുകൾ തന്നെ നമ്മൾ വാങ്ങിക്കൊടുക്കുക. പിന്നെ കുട്ടികളിൽ വായിച്ചു കൊടുക്കുന്ന സമയത്തും ബുക്കുകൾ കാണിക്കുന്ന സമയത്തും ഒക്കെ കുട്ടി അത് എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ചെയ്യുക. നിർബന്ധിതമായിട്ട് ഒരിക്കലും ചെയ്യരുത്.